വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ രസമുള്ളൊരു വിഷയം ഈ കുളിക്കുന്ന സോപ്പുകളിലെ തമാശകളാണ്. അത് നമുക്കൊരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ പറഞ്ഞ് തന്നെ തുടങ്ങാം. അതായത് ഒരു പ്രമുഖ സോപ്പ് 100 വർഷമായിട്ട് പാരമ്പര്യമുള്ളൊരു സോപ്പിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റാണ് ആദ്യം. അത് നമുക്കൊന്ന് പറയാം. അതായത് സാധാരണ സോപ്പ് നിങ്ങളുടെ ചർമ്മം വരണ്ടതാക്കും, എന്നാൽ ഞങ്ങളുടെ ഗ്ലിസറിൻ അടങ്ങിയ ഞങ്ങളുടെ പുതിയ സോപ്പ് നിങ്ങളുടെ ചർമ്മം കാത്തു സൂക്ഷിക്കുന്നു. ഇതിനകത്ത് പല ആയുർവേദ പച്ചിലകൾ മരുന്നുകൾ എല്ലാം ചേർത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. 100% വെളിച്ചെണ്ണയിലുണ്ടാക്കിയെന്നൊക്കെ പറയും. അപ്പം എൻ്റെ അടുത്ത സംശയം, ഇവർ ഈ 110 വർഷമായി കമ്പനി തുടങ്ങിയിട്ട്, അപ്പോൾ ഇവരൊരു 90, 95 അല്ലെങ്കിൽ 96 വർഷം സാധാരണ സോപ്പാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവർക്ക് അറിഞ്ഞുകൂടെ ഈ സാധാരണ സോപ്പ് നമ്മുടെ ചർമ്മം കേടാക്കുമെന്ന്? അപ്പോൾ ഇവർക്ക് ഇപ്പോഴാണ് ഗ്ലിസറിൻ വന്നതിന് ശേഷമാണോ അപ്പം മനസ്സിലായത്? അപ്പം ഇതാണ് അപ്പോൾ 90, 96 വർഷമായിട്ട് സാധാരണ സോപ്പ് ഇറക്കിയിട്ട് ചർമ്മം വരണ്ടതാക്കി കളഞ്ഞതിനെ പറ്റി ഇവരെന്ത് പറയുന്നു? അപ്പോൾ അതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്നുള്ള ശരിക്കും ആലോചിക്കാനുള്ള കേസ്. അപ്പോൾ സാധാരണ സോപ്പ് നിങ്ങൾക്ക് ചർമ്മം വരണ്ടതാക്കുമെന്ന് അവർ തന്നെ പറയണം. എന്നിട്ട് അവരുടെ ഗ്ലിസറിൻ സോപ്പ് ഞങ്ങളുടെ അടിപൊളിയാക്കുമെന്ന് പറയണം. യഥാർത്ഥത്തിൽ സോപ്പ് ഉണ്ടാക്കിയ ചരിത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും തറ കഴുകാനും തുണി കഴുകാനും അങ്ങനത്തെയൊക്കെയാണ് സോപ്പ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്കിപ്പോൾ കയ്യിലൊക്കെ ഇച്ചിരി മീനിൻ്റെ സ്മെല്ലായ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലഡ് എന്തെങ്കിലും ആയാൽ കഴുകുന്നതിന് സോപ്പ് ഉപയോഗിക്കാൻ കുഴപ്പമില്ല. അതേസമയം അപ്പോൾ സോപ്പിനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കോൾ വന്നപ്പോഴാണ് ഇൻട്രപ്ഷൻ വന്നത്. ഇത് നമ്മളിപ്പം ഇതുപോലെ സോപ്പ് എങ്ങനെയെന്ന് പറഞ്ഞാൽ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ആക്ച്വലി അതിനകത്തൊന്നും ചേർക്കാൻ പറ്റത്തില്ല. അതെല്ലാം ഒരു പ്രോസസ്സ് പോലെ ഇങ്ങനെ ചേർത്ത് വരുന്നതാണ്. അതിനകത്ത് നമ്മൾ പിന്നെ അഥവാ എന്തെങ്കിലും ചേർത്താൽ അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വെളിയിൽ പോകും. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും നമ്മുടെ സ്കിന്നെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ കൂടെയാണ്. അതായത് നമ്മുടെ ദേഹത്തുള്ള വേർപ്പിൽ കൂടെ മാലിന്യങ്ങളും അതുപോലെ എല്ലാം പുറത്ത് തള്ളുന്ന ഒരു സാധനമാണ് തൊലി. അപ്പോൾ ഈ തൊലിയെ നമ്മളിതുപോലത്തെ സോപ്പിട്ടിട്ട് കഴുകുമ്പോഴത്തേക്കും അത് പിന്നെയും ഡ്രൈ ആയി ഉണങ്ങി അതിൻ്റെ രോമങ്ങൾ അടഞ്ഞിട്ട് അതിനകത്ത് നിന്ന് പുറത്തോട്ട് വരാനുള്ള വേർപ്പ് ഉള്ളിൽ തങ്ങുമ്പോൾ അത് നിങ്ങൾക്ക് പിന്നെയും ഉള്ളിലോട്ട് ഡാമേജ് ഉണ്ടാക്കും. അതാണ് അതിൻ്റെ സത്യമായ അവസ്ഥ. അപ്പോൾ വേർപ്പും എണ്ണമയൊക്കെ ഇങ്ങനെ പുറത്തോട്ട് തള്ളിയിട്ട് തൊലി നല്ല സംരക്ഷിച്ച് വെക്കാനും വേറെ ഇൻഫെക്ഷസ് ആയിട്ടുള്ള ബാക്ടീരിയയും അതുപോലെ വൈറസുകളെയും ഒന്നും അകത്തോട്ട് കയറാതിരിക്കാനും ഒക്കെ സഹായിക്കാനാണ് ഈ തൊലിക്കകത്തോട് വരുന്ന വേർപ്പ് എണ്ണമയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് സോപ്പിട്ട് അതുപോലെ ഭയങ്കര ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ് ഇട്ട് അതിനെ ചീത്തയാക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഫങ്ഷൻ മുഴുവൻ ഇല്ലാതാവും. അതാണ് അതിൻ്റെ പ്രധാന പ്രശ്നം. ഇതുപോലെ പല സോപ്പിൻ്റെ പരസ്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിൽ ചന്ദനം, മഞ്ഞൾ, ഇങ്ങനെ ചന്ദനത്തിന് അലർജി ഉള്ളവരുണ്ട്, മഞ്ഞളിന് അലർജി ഉള്ളവരുണ്ട്. ഇവർ ഇതേ സോപ്പ് തന്നെ ഈ കമ്പനിക്കാരൻ കടലമാവ് ചേർത്തുണ്ടാക്കി അത് തേച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തൊലി പാടപാടായിട്ട് ഇളകി പോകുമായിരുന്നു. അപ്പോൾ ഇത് സ്കിന്നിനെ പിന്നെയും ഡാമേജ് ആക്കും. സ്കിൻ പെട്ടെന്ന് ഓൾഡ് ഏജ് ആക്കും. അതുപോലെ സ്കിന്ന് ചുളുങ്ങിപ്പോവും. ഇതിനെല്ലാം സോപ്പ് കാരണമാവും. ചെറിയ ചൂടുവെള്ളത്തിൽ നല്ലതുപോലെ ദേഹം കഴുകിയെടുത്ത് അതിൻ്റെ ആവശ്യമുള്ളൂ, വേറെ ഒരു ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് എല്ലാ ഇതും പോകാനുള്ള സാധനമുണ്ട്. പിന്നെ കയ്യിലിപ്പോൾ സിമെൻറ്റ്, നേരത്തെ പറഞ്ഞ പോലെ സിമെൻറ്റായി അങ്ങനെ എന്തെങ്കിലും ആയി കൈ കഴുകുന്നതിന് പിന്നെ പ്രശ്നം. കാരണം അതൊരു കൈയുടെ തൊലി വേറൊരു ടെക്സ്ചറാണ്, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അധികം വേർക്കാത്ത കുറച്ചുകൂടെ സ്ട്രോങ് തൊലിയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ സോപ്പൊക്കെ ഇട്ട് കഴിയാൽ അധികം ഡാമേജ് വരില്ല. അപ്പോൾ ഇതിപ്പം ലൈറ്റായിട്ട് വേറെ സോപ്പുകൾ ഇറക്കുന്നുണ്ട് കൈ കഴുകാനൊക്കെ, വളരെ ലൈറ്റായിട്ട് ഹാൻഡ് വാഷ് എന്നൊക്കെ പറഞ്ഞ് ഇറക്കുന്നുണ്ട്. ഇതെല്ലാം കെമിക്കൽസാണ്. ഇതുവരെ വില ഇതെല്ലാം പെട്രോളിയം പ്രോഡക്ട്സുകൾ ബൈ പ്രോഡക്ട്സ് ആയിട്ട് വരുന്ന സാധനങ്ങളിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഒരു വിലയുമില്ല, ഭയങ്കര ചീള് വിലയാണ്. അതുകൊണ്ടാണ് ഇവർ അങ്ങനെ അതിന് കുറച്ച് മണവും കൂടെ ചേർത്ത്, ഈ മണവും പതയുമാണ് നിങ്ങൾക്ക് ഇതിനെ ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം. അല്ലാതെ സ്കിൻ നന്നാക്കുന്നുണ്ടോ, സ്കിന്നിന് കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ ഇരിക്കുന്നതേയില്ല. ഇപ്പോൾ ഒരു ഇടയ്ക്ക് ഒരു സോപ്പ് ഇതേപോലെ തേച്ചാൽ വെളുക്കുമെന്ന് പറഞ്ഞ് അവസാനം ഒരു ആർട്ടിസ്റ്റൊക്കെ വന്നിട്ട് അതിൽ അടച്ചു കൂട്ടിയിട്ട് പോയി. അപ്പോൾ ഇപ്പോൾ സോപ്പിൻ്റെ അധികം പരസ്യം കാണാറില്ല. പക്ഷേ എന്നാലും പറയാണ് ഈ ആൾക്കാർ ശീലമുള്ളതുണ്ട്. അതുപോലെ വേറൊരു സോപ്പിൻ്റെ പരസ്യത്തിൽ 100% ഗ്ലിസറിൻ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഗ്ലിസറിൻ കൊണ്ടാണ് ഈ സോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. അതെങ്ങനെയാണ് ഗ്ലിസറിൻ കൊണ്ട് സോപ്പ് ഉണ്ടാക്കുക? അവരുദ്ദേശിച്ചിരിക്കുന്നത് നല്ല ഗ്ലിസറിൻ, അതായത് പ്യുവർ ഗ്ലിസറിൻ, 100% പ്യുവറായിട്ടുള്ള ഗ്ലിസറിൻ കൊണ്ട് ഈ സോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ്.
ആ സോപ്പിനും പണ്ടത്തെ ഭംഗിയും പണ്ടത്തെ മണവും ഒന്നുമില്ല, അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി ഇല്ല. അതൊക്കെ പോട്ടെ. അപ്പോൾ ഈ സോപ്പുകൾ എല്ലാം അതുപോലെ ബേബി സോപ്പ് എന്നൊക്കെ ഇറക്കുന്നതൊക്കെ ശുദ്ധ ശരിക്കാണ് ബേബിയുടെ തൊലിക്കകത്ത് നല്ല ഡാമേജ് ഉണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ യഥാർത്ഥത്തിൽ ബേബി യഥാർത്ഥത്തിൽ വെളിയിൽ പോകുന്നില്ല, അഴുക്കുണ്ടാകുന്നില്ല, ഒന്നുമില്ല. ഇപ്പോൾ മലം പോവുകയോ മൂത്രം പോവുകയൊക്കെ ദേഹത്താകുമ്പോഴത്തേക്കും വെറുതെ വെള്ളം വെച്ച് കഴുകിയതിന് ശേഷം പേരിനായിട്ട് എന്തെങ്കിലും നൈസായിട്ടും തുടച്ചെടുത്താലും ധാരാളമാണ്. ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി, ഒരു പ്രശ്നവുമില്ല, അതിനൊന്നും ഒരു പ്രോബ്ലമില്ല. ബാക്കി വരുന്ന വേസ്റ്റ് ഡിസ്പോസ് നിങ്ങളുടെ കയ്യിലാവുകയാണെങ്കിലൊക്കെ കഴുകാൻ സോപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹാൻഡ് വാഷോ ഒക്കെ ഉപയോഗിക്കാം. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഈ സാധനങ്ങളൊന്നും അപ്പം ദേഹം മുഴുവൻ ഇട്ട് കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ രോമകൂപങ്ങൾ കംപ്ലീറ്റ് ആണ്. ദേഹം മുഴുവനുള്ള എല്ലാ രോമകൂപവും അടഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ പുറത്ത് തള്ളിക്കളയാനുള്ള മാലിന്യങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങൾ പ്രൊട്ടക്റ്റീവായിട്ട് വരുന്നത്, അതായത് വൈറസ് ബാക്ടീരിയ ഇതൊക്കെ അകത്ത് കയറാതിരിക്കാനായിട്ട് പ്രൊട്ടക്റ്റീവായിട്ട് സ്കിന്നിലും എല്ലാം വരുന്നൊരു ഓയിൽ അംശം സെബം അത് ഫുള്ളായിട്ട് ചീത്തയായിക്കളയും. പിന്നെ നിങ്ങൾ പ്രോൺ ടു ഇൻഫെക്ഷൻ ആയിരിക്കും, പെട്ടെന്ന് പ്രോൺ ടു ഇൻഫെക്ഷൻ ആയിരിക്കും. അതുപോലെ ഇത് നിങ്ങൾക്ക് ഇതുപോലെ തേമൽ വരാതിരിക്കാനോ താരം വരാതിരിക്കാനോ ഒന്നുമില്ല. ചിലൊക്കെ ഭയങ്കര പന്നമണോ, എന്നിട്ട് അവർ പറയും ഇതിനകത്ത് ആര്യവേപ്പുണ്ട്, അങ്ങനെ. ഇതെല്ലാം സോപ്പിനകത്ത് ഇവർ കളിക്കും. ഈ സോപ്പാണല്ലോ കുഴപ്പം. നമ്മൾ എണ്ണയുടെ കാര്യം പറഞ്ഞാൽ സോപ്പിൻ്റെ അംശമാണ് കുഴപ്പം. അതിനകത്ത് ഇവർ ആര്യവേപ്പല്ല, എന്ത് വേപ്പല്ല, എന്ത് മഞ്ഞളല്ല, ചന്ദനം ചേർത്താലും ഈ സോപ്പ് ബേസ് നിങ്ങളുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഡാമേജ് ആക്കും. ഇതിൻ്റെ ലാഭം മുഴുവനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് ഇതിനകത്ത് ചേർക്കുന്ന ഒരു തുള്ളി സാധനമേ കാണുള്ളൂ, ബാക്കി വെറും സോപ്പിൻ്റെ ബേസാണ്, പിന്നെ കളറുമാണ്. ഇതാണ് ഇതിൻ്റെ ടെക്നിക്ക്. അപ്പോൾ സോപ്പ് പതയും. അപ്പോൾ ഈ സാധനങ്ങൾ വാങ്ങിച്ച് നിങ്ങൾ എന്തിനാണ് ദേഹം ചീത്തയാക്കി കൊച്ചിലേ തന്നെ ഇത് നിർത്തിയിട്ട് ഉപയോഗിക്കാതിരുന്ന് സോപ്പ് ഉപയോഗിക്കാതിരുന്നിട്ട് വെറുതെ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിച്ചിടുക, ഒരു പാടുമില്ല. അതുപോലെ ഇപ്പോൾ പറയും ചിലർ ചോദിക്കും വേർപ്പിൻ്റെ സ്മെല്ല്, കഷത്ത് തുടയെടുക്കലൊക്കെ ഉള്ള. അത് ആക്ച്വലി വേർപ്പിന് നോർമലി മനുഷ്യനൊരു സ്മെല്ലുണ്ട്. അത് ഒരു പന്ന സ്മെല്ലാവാൻ കാരണം ഇൻഫെക്ഷനാണ്. അപ്പോൾ അതിന് ഇതൊന്നും തേച്ചാലൊന്നും പോകില്ല. അത് ഇൻറ്റേർണലി മരുന്ന് കഴിച്ച് നമുക്ക് ആ ഇൻഫെക്ഷൻ പോകാനുള്ളൊരു കറക്റ്റ്നെസ് ഉണ്ടാക്കിയാൽ മാത്രമേ അത് നല്ല റെഡിയാവും. അതിന് നമുക്ക് ഹോമിയോ മെഡിസിൻ നല്ല സഹായിക്കും. ബാഡ് സ്മെല്ല്, വേർപ്പിൻ്റെ സ്മെല്ല് മാറാനായിട്ട് ഇൻറ്റേർണൽ മെഡിസിൻസ് ഉണ്ട്, കഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മാറ്റം വരും, നല്ലതുപോലെ വരും. അതുപോലെ ആക്ച്വലി തേമൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ സോപ്പിടും തോറും പിന്നെയും കൂടെയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഭയങ്കര ഡർട്ടി ആയിട്ടുള്ള വെള്ളത്തിലൊക്കെ കളിച്ച് കഴിഞ്ഞ്, അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ നമ്മൾ കൈ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹാൻഡ് വാഷോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കഴിയാൻ കുഴപ്പമില്ല. അല്ലാതെ ബോഡി മൊത്തം ഇടുന്നത് ശരിക്കും കേടാണ്. ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആരോഗ്യത്തിന്. ഇവരുടെ പരസ്യങ്ങളൊക്കെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും അതുപോലെ പല കമ്പനികൾ അപ്പോഴപ്പോഴും ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു ബാച്ച് വരെ ഇറക്കും, കുറേ പേരിടും, നമ്പർ 1 അല്ലെങ്കിൽ നമ്പർ 3 എന്നൊക്കെ പറഞ്ഞ് പേരിട്ടിട്ട് ആ ബാച്ച് വിറ്റ് തീരുന്നവരെ ഒരു പരസ്യം കൊടുത്തുകൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് സോപ്പ് ഉണ്ടാക്കി ഒരു 10-20 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കും, ഒരു 40 ലക്ഷം ഇത് വിറ്റ് കാശാകും, 10 ലക്ഷം രൂപ ലാഭം. ഇതാണ് ഇവരുടെ പോളിസി. അപ്പോൾ ഇതിനകത്ത് വാങ്ങിച്ച് തൊലി ചീത്തയായില്ലെന്നോ ഒന്നും ഇവർക്ക് യാതൊരു കാര്യമില്ല. അതുപോലെ ഇതിനകത്തൊക്കെ ചേർത്തിരിക്കുന്ന മണങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ഹാംഫുള്ളായിട്ട് ഭയങ്കര വില കുറച്ച് കിട്ടുന്ന ആർട്ടിഫിഷ്യലി ആയിട്ടുണ്ടാക്കുന്ന മണങ്ങളാണ്. അതല്ലാതെ ഒറിജിനൽ ലാവൻഡറിൻ്റെയോ ഒറിജിനൽ റോസിൻ്റെയോ ഒറിജിനൽ പനിനീരോ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. അതിൻ്റെ എന്താ ഇപ്പോൾ കുങ്കുമപ്പൂവിൻ്റെ എക്സ്ട്രാക്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇത് 10,000 രൂപ വില വരും. അതെങ്ങനെയാണ് ഈ 10 രൂപ കട്ടയ്ക്ക് ചേർക്കുന്നത്? ചന്ദനമാണെങ്കിൽ അല്ലാതെ ഇതൊക്കെ ഇവർ ഈ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് കിട്ടും വാങ്ങിക്കാൻ, കെമിക്കലി സിമിലർ ആയിട്ടുള്ള ഫ്ലേവറുകൾ കിട്ടും വാങ്ങിക്കാൻ, അത് ഇതിനകത്ത് ചുമ്മാ ചേർത്തെടുക്കുന്നത്. പിന്നെ വേണമെങ്കിൽ ചിലരോട് ചെയ്യുന്ന ലാസ്റ്റ് ഇത് ഉണ്ടാക്കി കവർ പൂശുന്നതിന് മുമ്പ് സ്പ്രേ പോലൊരു സാധനമുണ്ട്, അതും ഇതിന് പുറത്തടിച്ചു വിടും. ഇങ്ങനെയാണ് ഇതിന് മണം കിട്ടുന്നത്. അപ്പോൾ പത കൂടുന്തോറും പിന്നെയും സ്കിന്നിന് നല്ല ഹെവി ഡാമേജ് ഉണ്ടാകും. മുഖത്ത് തേക്കാനേ കൊള്ളില്ല. മുഖം ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള സ്ഥലമാണ്, അവിടെ തേക്കാനേ കൊള്ളില്ല. കയ്യിലൊക്കെ പിന്നെയും പോട്ടുന്നതായിരിക്കാം. ദേഹത്ത് മൊത്തത്തിൽ ഇട്ടാൽ ഇതാണ് പ്രശ്നം. നിങ്ങളുടെ ആ വേർപ്പ് എണ്ണമയവും വെടിയിലോട്ട് വരുന്ന എല്ലാ രോമകൂപങ്ങളും അടഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സ്കിന്നിന് ഹെവി ഡാമേജ് ഉണ്ടാക്കും. ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരെല്ലാം കുറച്ച് കഴിയുമ്പോൾ സ്കിന്നിന് എല്ലാ അസുഖങ്ങൾക്കും പ്രോണായിട്ടുള്ള ഒരാളായിട്ട് മാറും. അതുപോലെ നമ്മുടെ ബോഡിക്കകത്തുള്ള ടെമ്പറേച്ചർ കൺട്രോളിങ്ങും എല്ലാം പോകും. ഇത് അടഞ്ഞു കഴിയുമ്പം പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നാണെങ്കിൽ പറയേ വേണ്ട. അതുപോലെ ഓയിൽ കൺട്രോളിങ്ങിനും ഇതൊന്നുമല്ല. അകത്ത് നമ്മൾ ഓയിൽ ഇൻറ്റേർണലി കഴിക്കുന്നത് കുറയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് സോഫ്റ്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ഓയിൽ നല്ലതുപോലെ പോകും. ഈ സാധനങ്ങളൊന്നും കേട്ടേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് സോപ്പ് എന്ന് പറയുന്ന സാധനം. ഇത് അതിന് പറയുന്ന ഒരു ക്വാളിറ്റിയും ഇല്ല എന്നുള്ളതാണ്. ഇവർ ഈ പറഞ്ഞ പോലെ ഒരു ബിസിനസ് രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നതും ആ ബിസിനസ് രീതിയിലാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ആക്ച്വലി പറഞ്ഞാൽ
ബെനിഫിറ്റ് അവർക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് സാധാരണക്കാർക്ക് ഉപയോഗിക്കുന്നവർക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. ഇത് പിന്നെ തുണി കഴുകാനോ അല്ലെങ്കിൽ നമ്മുടെ തറ കഴുകാനോ കണ്ണാടി കഴുകാനോ അതിനൊക്കെ നല്ലതാണ്, അല്ലെന്നൊന്നും ആരും പറഞ്ഞില്ല. ഈ ദേഹം കഴുകാൻ കൊള്ളില്ല. ദേഹത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിക്കും ഡാമേജ് ഉണ്ടാക്കും. നിങ്ങൾക്ക് ഇൻറ്റേർണലി നിങ്ങളുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെല്ലാം ഇത് ഡാമേജ് ഉണ്ടാക്കും. കാരണം ഈ വേർപ്പ് വെളിയിൽ പോകാനുള്ള വേർപ്പ് മൂത്രം കെട്ടി നിന്നാൽ പോലെ, മലം കെട്ടി നിന്നാൽ പോലെ, അല്ലെങ്കിൽ വേർപ്പ് അല്ല നമ്മുടെ തുപ്പൽ കെട്ടി നിന്നാൽ പോലെ, കണ്ണീര് കെട്ടി നിന്നാൽ എന്ത് അകത്ത് സംഭവിക്കും. അതേപോലെ വേർപ്പ് വെളിയിൽ പോകാതിരുന്നാൽ നിങ്ങൾക്ക് വേർപ്പിൻ്റെ അതിൻ്റേതായ ഡാമേജ് തൊലിക്കകത്തും അകത്തോട്ട് സംഭവിക്കും. അതുകൊണ്ട് ഇത് ചെയ്യാതിരിക്കുന്നതാണ് ആരോഗ്യത്തിന്. ഇത് ഞാൻ പണ്ടേ ഇപ്പോൾ പുതിയതായിട്ടൊന്നും പറയുന്നില്ല, നേരത്തെ പറയുന്നതാണ്. ഈ സാധനങ്ങളെല്ലാം പോയി നമ്മൾ ഈ പല മാർക്കറ്റിൽ കിട്ടുന്ന പ്രോഡക്ട്സിൻ്റെയും ഗതി ഇതാണ്. ഇവരെല്ലാം നമ്മൾ അതുപോലെ ഇവരുടെ കുറച്ച് കാലത്തെ ഹിസ്റ്ററി നമ്മൾ നോക്കണം. അപ്പോഴാണ് ഇതിൻ്റെ വിറ്റ് മനസ്സിലാക്കുന്നത്. നമ്മളിത് പറഞ്ഞതുപോലെയാണ് പാലടങ്ങിയ സോപ്പൊക്കെ പുളിച്ചു പോകത്തില്ലേ, പാലടങ്ങിയ സോപ്പ്. പക്ഷെ ഇപ്പം അതൊന്നും കേൾക്കാനില്ല. ഏതായാലും പാല്, വെണ്ണ, നെയ്യ്, എന്തെല്ലാം സാധനങ്ങളാണ്. എന്നിട്ട് പിന്നെ ഈ ആയുർവേദ സോപ്പെന്ന് പറയുന്നത് ഈ പറഞ്ഞതുകൊണ്ട് ആയുർവേദ സാധനങ്ങളൊക്കെ ഈ അരിവേപ്പിനൊക്കെ കുറേശ്ശെ, അരിവേപ്പ് വിഷവും കൂടെയാണ്, കൂടുതൽ ഉപയോഗിച്ചുകൂടാ. അതെല്ലാം നമ്മൾ കുറേശ്ശെ അപ്ലൈ ചെയ്താൽ പിന്നെയും പൊടുന്നതായിരിക്കും. ഇതിനകത്ത് കയറി ഒരു തുള്ളി ഒഴിച്ചിട്ട് ബാക്കി സോപ്പ് പോകുമ്പോൾ സോപ്പിൻ്റെ ആണല്ലോ കുഴപ്പം, സോപ്പിൻ്റെ ബേസിലാണ് കുഴപ്പം. അപ്പം ബേസാണ് ഇവർക്ക് ലാഭവും. ഈ വളരെ ചീളായിട്ട് കിട്ടുന്ന പെട്രോളിയം പ്രോഡക്ട്സ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ മിച്ചമായിട്ട് കിട്ടുന്ന സാധനങ്ങളിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ കെമിക്കലി അതിനെ പറ്റി അല്ലാതെ വളരെ തറയായിട്ട് വിലയ്ക്ക് കിട്ടുന്ന സാധനങ്ങളിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ ഹോം മെയ്ഡ് സോപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് സ്കിൻ ചീത്തയാക്കും. പലർക്കും ആ സോപ്പൊന്നും ഉണ്ടാക്കാൻ അറിഞ്ഞുള്ളൂ. ഒരു കുടിൽ വ്യവസായം എന്ന നിലയിൽ ഹോം മെയ്ഡ് സോപ്പ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കി അതൊക്കെ പൊളിഞ്ഞു പോയെന്ന് തോന്നുന്നു. അതൊക്കെ ആ നിലയിൽ പൂട്ടിയെന്ന് തോന്നുന്നു. അതൊക്കെ എടുത്ത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തൊലിയുടെ എപ്പോഴതിനാ കച്ചവടം ഒതുങ്ങിയെന്ന് ചോദിച്ചാൽ മതി. അതാണ് എൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങളാണ് മിക്കത്. പല സോപ്പുകൾ ഇങ്ങനെ പലതും ഒക്കെ വന്നിട്ടിങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് ഇവരെല്ലാം നമ്മൾ ഈ പറഞ്ഞൊരു പ്രോജക്റ്റാണ്. അത് തീരുമ്പോൾ അല്ലെങ്കിൽ ഒരു ബാച്ചാണ്. അത് തീരുമ്പോൾ ഇവർ ആ സാധനം മതിയാക്കുക, അഡ്വർടൈസ്മെൻറ്റ് മതിയാക്കുക, എല്ലാം മതിയാക്കും. ഇത് വാങ്ങിച്ച് ഉപയോഗിച്ച ആൾക്കാർ മണ്ടന്മാരും. ഇപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ എല്ലാം. പല സോപ്പ് അതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമായതുകൊണ്ട് അതുകൊണ്ടാണ്. എന്തെന്ന് കുറേ സോപ്പുണ്ട്, 5 എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ നമുക്ക് കേട്ടിട്ടില്ലാത്ത. അതൊരു വേറെ രസം പറഞ്ഞാൽ ഈ സാധനം തന്നെ വേറൊരു പേരിട്ടാണ് അടുത്ത സ്റ്റേറ്റ് മാർക്കറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വേറെ കുറേ സോപ്പ് കാണും, ആന്ധ്രാപ്രദേശിൽ നിന്ന് വേറെ കുറേ സോപ്പ് കാണും. അതുപോലെ തന്നെ ഹോട്ടലുകളിലെല്ലാം കൊടുക്കുന്ന സോപ്പിനൊന്നും പേരേ ഇല്ല, ചുമ്മാ അവരൊരു പീസ് പൊതിയാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഈ കച്ചവടം മാത്രമാണ്, അല്ലാതെ ആക്ച്വലി നിങ്ങൾക്ക് സ്കിന്നിന് ഒരു ഗുണവും ചെയ്യില്ല. ഇതാണ് സോപ്പിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ സോപ്പിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ വേറെ കുറച്ച് അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ. അതായത് ഓരോ കാലഘട്ടത്തിൽ സോപ്പുകൾ വന്നപ്പോഴത്തേക്കും ഈ മറ്റേ പല സോപ്പുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ആൾക്കാർക്ക് ഈ ഔഷധ ഗുണങ്ങളെന്ന് പറയുക ഏതെങ്കിലും ഒരു സാധനത്തിന് ചുമ്മാ കുറച്ച് എക്സ്ട്രാക്റ്റ് 1-2 തുള്ളി ഇതിനകത്ത് ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ തേനും പാലും മുന്തിരിങ്ങയും ബിസ്ക്കറ്റും ഒക്കെ എല്ലാം കയറി ചെയ്ത സാധനങ്ങളുണ്ട്. ഇതൊക്കെ എന്ത് പ്രയോജനം തൊലിക്കുമെന്ന് ദൈവത്തിന് തന്നെ അറിയണം. ആൾക്കാർ എന്ത് കണ്ടിട്ടാണ് ഇത് വാങ്ങിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഇതിൻ്റെ പതയും മണവുമാണ്, ഈ രണ്ടും കേടുമാണ്. പത സ്കിന്നിന് ഭയങ്കര ഡാമേജ്, ഇത് മണം മൂക്കിനും വെറും പന്ന ഡ്യൂപ്ലിക്കേറ്റ് സ്മെല്ലെന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന ആർട്ടിഫിഷ്യലി ഫ്ലേവറുകളാണ് ഈ ചേർക്കുന്ന അത്രയും. ഇതുപോലെ കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും, എല്ലാത്തിൻ്റെയും മണം കാണും, അത് ചേർത്താനുണ്ട്. അപ്പോൾ ഇത് തൊടാതിരിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ ഇതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.